പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും 3D കാണാൻ വേണ്ടി ഉണ്ടോ ഇത്? ഉണ്ട് ഓഫ് കോഴ്സ് ഉണ്ട്. എടുത്തു പറയാൻ എന്താ ഉള്ളത് ഈ ഒരു സിനിമയിൽ കൂടുതലായിട്ട്? ഞാൻ പറഞ്ഞില്ലേ പ്യൂരിറ്റി ഓഫ് ലവ് ആണ്. ആ, വാട്സപ്പിലാണ് നമ്മൾ തിയേറ്ററിൽ വന്ന് തന്നെ 3D കാണണം ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും കാണണം. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ അതേപോലെ തന്നെ നല്ല മെച്ചപ്പെട്ട ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയാണ്. 3D അടിപൊളിയാണ്. 3D വലുതായിട്ട് അങ്ങനെ ഇല്ല, എന്നാലും 3D കൊള്ളാം. ഇതുവരെ കണ്ടു വെച്ച് നോക്കുമ്പോൾ ഏതാ ബെറ്റർ അങ്ങനെ ഉണ്ടോ? അങ്ങനെ നമുക്ക് മുമ്പത്തെ അല്ലേ ബെറ്റർ ആയി കിട്ടുന്നു. ഇതങ്ങനെ അത്ര ഇതില് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഗ്രാഫിക്സ് മൂവി അല്ല, നല്ലതാണ്. 3D ആയിട്ട് വലുതായിട്ടൊന്നും തോന്നിയില്ല. 2D കാണാനേ 2D ഉള്ളു, അതിന്റെ വലിയ ഇതില്ല. കൊള്ളാം, കുഴപ്പമില്ല. 3D കാണാൻ വേണ്ടിയുള്ളതുണ്ട്. ഉണ്ട്, കുഴപ്പമില്ല. എങ്ങനെയാ പഴയതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇത്? കുറച്ചുകൂടി എന്താ അവരെടുത്തിരിക്കുന്ന രീതി 3D ആയതുകൊണ്ട് അതിന്റെ ആ ഒരു ഇതുണ്ട്. പിന്നെ നല്ലൊരു കഥയുണ്ട്, ചുമ്മാ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട്. കഥയുണ്ട്, നല്ല കഥയുണ്ട്. ഓക്കെ, പഴയതിനെ വെച്ച് ഇത് കമ്പയർ ചെയ്യാൻ റീവിസിറ്റ് എന്ന് പറയാം. 3D ഒക്കെ എങ്ങനെ കൊള്ളാം, അത്രേ ഉള്ളൂ. 90s കണ്ടുവന്ന അതിന്റെ അത്ര ഒന്നുമില്ല, എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. 3D എങ്ങനെയുണ്ട്? വർക്കൗട്ട് ആയോ? 3D ഡെപ്ത് ആണ്. നമ്മള് അത് പണ്ടത്തെ കണക്ക് ഇങ്ങനെ പുറത്ത് വരുന്നില്ല, ഡെപ്ത് ആണ്. അതുകൊണ്ട് കൊള്ളാം, വിഷ്വലേക്ക് അടിപൊളിയാണ്. സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി ആവറേജ് ആണ് സ്റ്റോറി, എന്നാലും ആവറേജ് ആണ്, എബോ ആവറേജ് അത്രേ ഉള്ളൂ.